കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും കൊണ്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ESIയുടെ കീഴിൽ കൊല്ലം ആശ്രാമത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് നിലവിൽ വരേണ്ടത്. സഹകരണം എന്നുള്ളത് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ മിഷന് നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ കേന്ദ്ര സർക്കാരും ദേശീയ മെഡിക്കൽ മിഷനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊല്ലത്ത് ആശ്രാമത്ത് സ്ഥാപിക്കാൻ നിശ്ചയിച്ച ESIയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2025 ഏപ്രിൽ 22 ഡൽഹിയിൽ ചേർന്ന ESI ബോർഡാണ് രാജ്യത്ത് 20 മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 2025-26 വർഷത്തിൽ 10 മെഡിക്കൽ കോളേജും രണ്ടാം ഘട്ടത്തിൽ 10 മെഡിക്കൽ കോളേജ് ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. ആദ്യത്തെ 10 മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൽ ഒന്ന് കേരളത്തിൽ കൊല്ലം ആശ്രാമത്താണ്. പിന്നീട് ഗോവയിൽ ആരംഭിക്കാൻ പോകുന്നു, വിശാഖപട്ടണം, അതുപോലെ ഹരിയാന, മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 9 മെഡിക്കൽ കോളേജ് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. ഇവിടെ ഗോവ ഉൾപ്പെടെ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് തന്നെ അവർക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന് സമർപ്പിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരി 28 എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൈമാറേണ്ട അവസാനത്തെ തീയതി. അത് തന്നെ ഈ ജനുവരി 28 എന്ന് പറയുന്നത് നിരവധി തവണ കേരളത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തതാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ കേരളത്തിലെ സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. കേരളത്തിന് വേണ്ടി മാത്രം ജനുവരി 28 എന്നത് ഫെബ്രുവരി 3 മാറ്റി അവസാനത്തെ തീയതി. പക്ഷെ ഫെബ്രുവരി 3 നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. 200 കിടക്കകളും 50 മെഡിക്കൽ സീറ്റുമാണ് ഓരോ മെഡിക്കൽ കോളേജിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. 20 കിടക്കകൾ ഉണ്ടാകും, 50 മെഡിക്കൽ സീറ്റ് ഉണ്ടാകും. ഈ 50 മെഡിക്കൽ സീറ്റിൽ 20 മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. ESIയുടെ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും വിദഗ്ധ ചികിത്സയാണ് ഈ ആശ്രാമത്തെ സ്ഥാപിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിലൂടെ ലഭിക്കുന്നത്. ഇപ്പൊ ആശ്രാമത്ത് ESIയുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. അത് തന്നെയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ തൊഴിലാളികൾക്ക് നേരിട്ട് വിദഗ്ധമായ ചികിത്സ ലഭിക്കും. തൊഴിലാളികളുടെ മക്കൾക്ക് ഓരോ വർഷവും 50 സീറ്റിൽ 20 സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും, ESI ചെയ്യും. കേവലം ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൊടുക്കേണ്ടത്. അതുപോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത കഴിവുകെട്ട ഗവൺമെന്റ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകുന്നില്ലെന്ന് പറയുക, എയിംസ് അനുവദിക്കുന്നില്ലെന്ന് പറയുക, അനുവദിച്ച മെഡിക്കൽ കോളേജിന് ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കഴിവുകെട്ട ഗവൺമെന്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത്?
എന്തെങ്കിലും കൊടുത്തതോട് കാര്യമുണ്ടോ? ഒന്ന് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, കഴിവില്ലായ്മയും മറ്റൊന്ന് കേന്ദ്ര വിരുദ്ധതയുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. കേന്ദ്ര പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. ഈ അട്ടിമറി ആസൂത്രിതമാണ്, യാദൃശ്ചികമല്ല. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ? അപ്പൊ ആസൂത്രിതമായിട്ട് കേന്ദ്ര പദ്ധതി അട്ടിമറിക്കാനുള്ള CPM-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നത്. നോക്കൂ, ഇത് കേരളത്തിന് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേരള വിരുദ്ധ നിലപാടാണ് ഈ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. ഇവർക്ക് തൊഴിലാളികളോടോ കേരളത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് ഇതിൽ ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ്. പിന്നെ ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളത് സർവ്വരംഗത്തും സർവ്വ മേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് പരാജയം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള കേവലം രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പ്രചരണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം എന്താ? ഇപ്പൊ നമ്മുടെ PM ശ്രീ പദ്ധതി 386 കോടിയാണ് കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്നത്. 386 കോടി ലഭിക്കുന്നു എന്നുള്ളതല്ല, അതിന്റെ ഗുണഭോക്താക്കള് ടാറ്റയുടെയും ബിർളയുടെയും അദാനിയുടെയും മക്കളല്ല. കേരളത്തിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള ആധുനികമായ വിദ്യാഭ്യാസമാണ് ഈ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ ലഭിക്കുക. അവിടെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാൻ പാടില്ല, തൊഴിലാളികളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ പാടില്ല. ഈ മനോഭാവമല്ലേ കേരള സർക്കാർ വെച്ചു പുലർത്തുന്നത്? ഇപ്പൊ ജൽജീവൻ മിഷൻ പദ്ധതി പൂർണ്ണമായും കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു, നിശ്ചലമായിരിക്കുകയാണത്. ആരാ ജലജീവൻ മിഷന്റെ ഗുണഭോക്താക്കൾ? ജലജീവൻ മിഷൻ പ്രകാരം വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തുന്നത് ആർക്കാണ് അതിന്റെ ഗുണം? പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, അധ്വാനിക്കുന്നവർക്ക്. ഇവരുടെ കഴിവുകേടും പിടിപ്പുകേടും കേന്ദ്ര വിരുദ്ധതയും കൊണ്ട് പാവങ്ങൾക്കാണ് കുടിവെള്ളം നഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതി പൂർണ്ണമായിട്ടും ഈ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു. അത് കേന്ദ്ര വിരുദ്ധതയാണ് ഒരു കാരണം, അവർ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത്. മറ്റൊന്ന് കഴിവുകേടും പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗവൺമെന്റ് ഇപ്പോ ആമയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഒച്ചിന്റെ വേഗതയിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒച്ചുകൾ പ്രതിഷേധിക്കും. അതിനേക്കാൾ വേഗത കുറഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒച്ചിന്റെ വേഗതയിലാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ബ്രിട്ടാൻ ശ്രമിക്കണം, അതിനേക്കാൾ വേഗത കുറഞ്ഞ ഏതെങ്കിലും ജീവികൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ വേഗതയെ നമുക്ക് ഉപമിക്കാൻ സാധിക്കൂ. പക്ഷെ ഇത് ഈ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം. കേരളത്തിലെ ജനങ്ങളോട്, തൊഴിലാളികളോട് മാപ്പ് പറയേണ്ടതാണ്. ഈ കൊല്ലം ഒരുപക്ഷെ പൂർണ്ണമായും ഈ മെഡിക്കൽ കോളേജ് നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇക്കൊല്ലം ഇനി മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 50 വിദ്യാർത്ഥികൾക്ക് വൈദ്യ പഠനം നിഷേധിക്കപ്പെടും. അതിൽ 20 വിദ്യാർത്ഥികൾ തൊഴിലാളികളുടെ മക്കളാണ്. അവർക്ക് വൈദ്യ പഠനം, MBBS പഠനം ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ നിലപാടിലൂടെ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, തൊഴിലാളികളോടും കേരളീയരോടും സംസ്ഥാന സർക്കാർ മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ കേരളത്തിന് ഒന്നും നൽകിയില്ല എന്ന് പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി ഈ സംഭവത്തോട് നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത്, കേരളത്തിലൊരു പ്രതിപക്ഷം ഉണ്ടല്ലോ, ഞങ്ങളതിനെ പ്രതിപക്ഷം എന്ന് കാണുന്നില്ല. കാരണം IND സഖ്യത്തിന്റെ ഘടകകക്ഷികളായിട്ടാണ് ഞങ്ങൾ CPM-നെയും കോൺഗ്രസിനെയും കാണുന്നത്. ഒരേ മുന്നണിയിലെ ഘടകകക്ഷികൾ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, കൊല്ലത്തെ
MP ശ്രീ പ്രേമചന്ദ്രൻ എല്ലാ കാര്യവും പാർലമെന്റിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ നോക്കൂ, തൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകോടുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടും പാർലമെന്റിൽ ശബ്ദിച്ചില്ല. പാർലമെന്റിൽ ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇന്നലെ പറഞ്ഞിരുന്നതും എന്താ, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന്. അതിനർത്ഥം ഇവിടുത്തെ UDF ഈ LDF ഗവൺമെന്റിനെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും LDFനും UDFനും ഒന്നിക്കാനുള്ള ഒരു അജണ്ടയായിട്ട് ഈ കേന്ദ്ര വിരുദ്ധത മാറ്റുകയാണ്. ഇവിടെ കേരളത്തോടോ കേരളത്തിലെ ജനങ്ങളോടോ ഉള്ള പ്രതിബദ്ധതയല്ല LDFന്റെയും UDFന്റെയും കേന്ദ്ര വിരുദ്ധ സമരമെന്നും അത് IND സഖ്യത്തിന് ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അജണ്ടയായിട്ട് ഈ കേന്ദ്ര വിരുദ്ധത മാറുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ തട്ടിപ്പും കാപട്യവും മനസ്സിലാക്കണമെന്ന് BJP അഭ്യർത്ഥിക്കുന്നു. ഏതായാലും കൊല്ലം ഈ ആശ്രമത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ESIയുടെ കീഴിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ച ഈ മെഡിക്കൽ കോളേജ് അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിൻ്റെ കേരള വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന് BJP രൂപം നൽകിയിട്ടുണ്ട്. ഇന്നലെ യുവമോർച്ച ശക്തമായ പ്രക്ഷോഭം കൊല്ലത്ത് ആരംഭിച്ചു. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭം ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, ഞങ്ങൾ സമരം ചെയ്ത് സംസ്ഥാന സർക്കാർ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനാണ്. അതെ അതെ, കേന്ദ്ര തൊഴിൽ വകുപ്പായിട്ട് സംസ്ഥാന സർക്കാർ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അതേസമയത്ത് ഞങ്ങൾ ഈ ജനുവരി മാസം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ വകുപ്പും അങ്ങ് പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ESIയുടെ ബോർഡും നമ്മുടെ കേരള സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് തീയതികൾ നീട്ടി കൊടുത്തത്. ഏറ്റവും ഒടുവിൽ ജനുവരി 28-ാം തീയതി വരെ നീട്ടിക്കൊടുത്തു. 28-ാം തീയതി കിട്ടാതെ വന്നപ്പോൾ 29-ാം തീയതി വീണ്ടും കേന്ദ്ര തൊഴിൽകാര്യ വകുപ്പും അതുപോലെ ESIയും സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെട്ടു. എന്നിട്ടാണ് ഫെബ്രുവരി 3 വരെ കേരളത്തിന് വേണ്ടി മാത്രമാണ് നീട്ടിക്കൊടുത്തത്. നിങ്ങൾ ആകെ സ്ഥാപിക്കാൻ നിശ്ചയിച്ചത് 10 മെഡിക്കൽ കോളേജാണ്. 9 സംസ്ഥാനങ്ങളും ഈ സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ കൊടുത്തു. ഒരു പണിയില്ല, ഒരു 5 നയാ പൈസയുടെ ചെലവില്ല. എന്നിട്ട് നീട്ടി കൊടുത്തു. ഫെബ്രുവരി 3 വരെ നീട്ടി കൊടുത്തു. എന്നിട്ടും കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താ? അല്ല, അതല്ല, ആ പ്രചരണമൊക്കെ കള്ളപ്രചരണമാണെന്ന് ഈ ഒറ്റ സംഭവത്തിലൂടെ വ്യക്തമാണ്. ഇവർക്ക് എന്ത് കൊടുത്തിട്ടെന്താ കാര്യം? ഇവർക്ക് ഇത് നടപ്പാക്കാൻ കഴിവ് വേണ്ടേ? ഈ ഭരണരംഗത്ത് ഇവർക്ക് സാക്ഷരതയില്ല, നിരക്ഷരത. ഇവർക്ക് എവിടെ ആർക്ക് കൊടുത്ത് എന്താ? ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിവില്ലാത്ത ഗവൺമെന്റിന് എങ്ങനെ എയിംസ് കൊടുക്കുക? എങ്ങനെ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് കൊടുക്കുക?
അല്ല, ഞങ്ങളുടെ ഇക്കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ശബരിമല നടന്ന സ്വർണ്ണമോഷണം, സ്വർണ്ണക്കൊള്ള, അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് ശരിവെക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിവിധ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞല്ലോ. ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇനി നിയമപരമായിട്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിക്കും. മറ്റൊന്ന്, നമ്മുടെ ഇപ്പം വെളപ്പിൽ ശാലയിൽ ബിസ്മിർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ദാരുണമായിട്ടുള്ള അന്ത്യം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് അവിടെ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപങ്ങളും കൊടിയ അനാസ്ഥയും ഉണ്ടായതായിട്ട് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്, ചികിത്സ വൈകിച്ചു. 2, ഓക്സിജൻ പോലും കൊടുത്തില്ല. ഓക്സിജൻ ഇല്ലാത്ത ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇത്തരത്തിലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിനെക്കുറിച്ച് DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും DGPയും ഉറപ്പ് നൽകിയിട്ടും ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. 2, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായ നടപടിയെടുക്കുന്നതിന് പകരം, അന്വേഷണം നടത്തി നടപടിയെടുക്കുന്നതിന് പകരം ഇന്നലെ മിനിഞ്ഞാന്നും ആശുപത്രി അടച്ചിട്ടു. എന്നിട്ട് ബോർഡ് വെച്ചു, ഡോക്ടർമാർ രാജിവെച്ചതിനെ തുടർന്ന് ആരുടെയും സേവനം ലഭ്യമല്ല എന്ന് പറഞ്ഞ് ആശുപത്രി അടച്ചിടുക. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് പരാതി കൊടുത്തതിന്റെ പേരിൽ ആ കുടുംബത്തെ മാത്രം, ജനങ്ങളെ വെല്ലുവിളിക്കുക. സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പ്, സ്ഥല MLAയും ജനങ്ങളെ വെല്ലുവിളിക്കുക. ആശുപത്രി അടച്ചിട്ടു. യുവമോർച്ചയും അതുപോലെ തന്നെ BJPയും ഒക്കെ സമരവുമായി രംഗത്ത് വന്നപ്പോഴാണ് അടച്ചിട്ട ആശുപത്രി തുറന്ന് മറ്റെവിടെ നിന്നോ 2-3 ഡോക്ടർമാരെ അവിടെ ഇപ്പം നിയോഗിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നത് അവിടെ എല്ലാ ഡോക്ടർമാരും 1-2 പേരെ ഒഴിച്ച് ബാക്കി ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ ഫാർമസിസ്റ്റുകളും എല്ലാം തന്നെ അവിടെ കരാർ ജീവനക്കാരാണ്. കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. 5 പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മാത്രം കമ്മ്യൂണിറ്റി സെന്ററാണ് ഈ വെളപ്പിൽ ശാലയിലുള്ളത്, വെളപ്പിൽ പഞ്ചായത്തിലുള്ളത്. അവിടെയാണ് കരാർ അടിസ്ഥാനത്തിൽ ആളുകൾ നിശ്ചയിച്ചത്. അവിടെയാണ് 1976 പാറ്റേൺ അനുസരിച്ചാണ് അവിടെ നിയമനം നടക്കുന്നത്. ഇത്രയും കൊടിയ അനാസ്ഥ, അവഗണന ആ ആശുപത്രിയോട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇത് കാട്ടാക്കടയിൽ അല്ലെങ്കിൽ വെളപ്പിൽശാലയിൽ മാത്രമുള്ള ആരോഗ്യ മേഖലയിലെ തകർച്ചയല്ല, കേരളത്തിലെ മൊത്തം തകർച്ചയാണ്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. ആ ബിസ്മിറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇത്രയും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP യുവമോർച്ചയും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. എന്നും അവിടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും വെളപ്പിൽശാല വിഷയം ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ചയും BJPയും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും.